അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ആളുകൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, മുസ്ലിംമാർക്കൊന്നും പറ്റൂല, അവർ പള്ളിയിലെ കാര്യം മാത്രം, അവർക്ക് വേറെ ഒന്നും പാടില്ല, അവർ രാഷ്ട്രീയം പറയാൻ പാടില്ല, അവർ വേറൊരു കാര്യം പറയാൻ പാടില്ല, പൊതുകാര്യത്തിൽ അവരിടപെടാൻ പാടില്ല. ഇങ്ങനെ ചില ആളുകളുണ്ട്, വക്രബുദ്ധിക്കാർ. അവർക്കേ ഇതൊക്കെ പറ്റൂ, സാധാരണക്കാരെ അതൊക്കെ പറയാൻ പാടും. മുസ്ലിംമാർക്കൊന്നും പറയാൻ പാടില്ല. അവർ ആര് വരണം മന്ത്രിന്നോ ആര് വരണം മുഖ്യമന്ത്രിന്നോ അതൊന്നും അവർ പറയാൻ പാടില്ല. ഇങ്ങനെ ചില അന്തംകമ്മികളുണ്ട് നമ്മുടെ നാട്ടിൽ. ബഹുമാനപ്പെട്ട ഹക്കീം അസേരി ഉസ്താദ് കാന്തപുരം, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ആരാവണമെന്ന്. അവർ പറഞ്ഞു അത് പറയാൻ മാത്രമേ, അത് പറയേണ്ട, ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റില്ല, അത് ആർക്കും ആവാം. പിന്നെ VC കൂടെ VC അങ്ങനെ വന്നിട്ടുണ്ട്, ആൻ്റണി മുമ്പ് വന്നിട്ടുണ്ടല്ലോ, അതുപോലെ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. കാള പറ്റൂ എന്ന് കേട്ടപ്പോഴേക്ക് ചില അന്തം കമ്മികൾ പെട്ടെന്ന് അതൊന്നും കേട്ട പത്രക്കാർക്ക് എന്തെങ്കിലും വാർത്തക്കാർക്ക് കിട്ടണതെങ്കിട്ട് അണ്ടടിച്ച് കച്ചാണ്. അത് സത്യമാണോ എന്താണോ എന്നറിയാതെ പണ്ഡിതന്മാരോട് കടുത്ത വെറുപ്പുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികൾ കിട്ടുന്നത് എങ്ങനെങ്കിലും ഒന്ന് എതിർക്കാൻ പറ്റുമോ അത് തക്കം പാർത്തിരിക്കുന്ന ചില കൂപമണ്ടൂകങ്ങൾ അവരങ്ങ് തുടങ്ങി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്നുവെച്ചാൽ ആർക്കും ദീൻ നോക്കിയാൽ പോരെ, വേറൊന്നും നോക്കണ്ട. എടോ, ഇതൊക്കെ ദീനാണ്. രാഷ്ട്രത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ മലയാളികളാണ്, ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരാണ്. ഇന്ത്യ രാജ്യത്ത് നിങ്ങളെപ്പോലെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ട്. മുസ്ലിംമാർക്കുണ്ട്. കിതാബ് ഓതി പഠിച്ചു, അവർ മുസ്ലിയാരായി എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ചെയ്യണതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ ചെയ്യണ പോലെ എല്ലാ പണിയും മുസ്ലിംമാർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ മുസ്ലിംമാർ ചെയ്യണ പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ അറിയോ? അത് കുത്തുപോതണം, അല്ല ഇമാം നിൽക്കണം. അത് സാധാരണക്കാരായ ചില ആളുകൾക്ക് പറ്റൂല. കിതാബ് എന്തെങ്കിലും പറയണം, വയല് പറയണം, പ്രസംഗിക്കണം, അത് നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ ചെയ്യണ പണിയൊക്കെ മുസ്ലിംമാർക്കും പറ്റും. മുസ്ലിംമാർക്കൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ കാലം മാറിയടോ. പണ്ടേരുന്നത് കുറേ മുമ്പ് മൊയ്ലിയർ പള്ളിയിലെ അട്ടിപ്പാത്രത്തിൽ ചോറ് വയ്ക്കുക, മിഹ്റാബിൽ നിസ്കരിക്കുക, വേറൊരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നൊരു മൂഢ വിശ്വാസം മുമ്പുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി. നിങ്ങളറിയോ, കാരന്തൂർ കേരവൃക്ഷത്തിനുള്ളിൽ ഒരു വലിയ ബിൽഡിങ്ങുകളുണ്ട്, അതിൻ്റെ ശില്പിയുണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അതിൻ്റെ ശില്പിയുണ്ട്, ഇൻ്റർനാഷണൽ നേതാവ്, ലോകത്തുള്ള എല്ലാവരുടെയും ആത്മീയത നേതാവ്, എല്ലാവരും ബഹുമാനിക്കുന്ന. ഈ കുളത്തിലെ തവളകളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഇൻ്റർനാഷണൽ അറിയപ്പെട്ടൊരു മഹാനേതാവുണ്ട് അവിടെ. ആ നേതാവിൻ്റെ അടുത്തേക്ക്, അതൊരു പണ്ഡിതനാണ്, ആ പണ്ഡിതൻ്റെ അടുത്തേക്ക് ജാതിമത ഭേദമന്യ എല്ലാവരും, രാഷ്ട്രീയക്കാരാവട്ടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ എല്ലാവരും വരികയാണ് അനുഗ്രഹം മേടിക്കാൻ. അതാണ് കാരണം. എല്ലാം മുമ്പ് അങ്ങനെയൊന്നുമില്ല. മൊയ്ലിയാമാരുടെ അടുത്തേക്ക് എന്തിനാ അങ്ങോട്ട് പോകുന്നൊരവസ്ഥയെന്ന് ഇന്ന് മൊയ്ലിയർ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്താപ്പം ചെയ്യുക? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാന്തപുര ഉസ്താദിൻ്റെ വളർച്ചയും അവിടത്തോടുള്ള ജനങ്ങളുടെ സ്നേഹവും അത് അള്ളാഹ് വെച്ചു കൊടുത്തതാണ്. അള്ളാഹു വെച്ചു കൊടുത്തതാണ്. നിങ്ങളിങ്ങനെ കിടന്ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എത്ര വർഷമായി എന്നറിയോ അസൂയ തുടങ്ങിയിട്ട്? അസൂയക്കും മരുന്നില്ല എന്നല്ലേ? അസൂയക്കും കഷണ്ടിക്കൊന്നും മരുന്നില്ല. ഇപ്പോൾ കഷണ്ടിക്കും മരുന്ന് പിടിച്ചിട്ടുണ്ട്, അസൂയക്കുള്ള മരുന്നിന് യാതൊരു വഴിയും കാണാനില്ല. നിങ്ങളെ മനസ്സ് നിങ്ങൾ തന്നെ കേടെടുത്തുകയാണ്. AP ഉസ്താദിനെ കുറിച്ച് ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും എത്ര ജനങ്ങളാണെന്നറിയോ? കാരണം എത്ര ആളുകൾ, കാരണം സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളായ
ആളുകളും അതുപോലെ സുന്നത്യമായത്തിൻ്റെ കടുത്ത വിരോധികളായ കള്ളത്തെരീക്കത്തുകാരും ഇവർക്കൊക്കെ ഉള്ളിൽ വൈരാഗ്യമാണ്. ഈ വളർച്ച കണ്ടിട്ട് അവർക്ക് സഹിക്കണില്ല. രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ട് അനുഗ്രഹം മേടിക്കണ കണ്ടിട്ട് സഹിക്കണില്ല. തെരഞ്ഞെടുപ്പ് കൊണ്ട് വന്നാൽ മിക്കവാറും എല്ലാവരും വരികയാണ് ഉസ്താദിൻ്റെ അടുത്തേക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വരികയാണ്. നിൽക്കാത്ത പ്രവാഹം. ഒന്നവിടെ പോയി നോക്കണം. ഈ എതിർക്കുന്നവരുണ്ടല്ലോ, അസൂയപ്പെട്ടിട്ട് വല്ലാതെ തലയിൽ അസൂയ പിടിച്ചിട്ട് വിഷമിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ, വെറുതെ ഒന്ന് അവിടെ പോയി നോക്കണം. അപ്പം അറിയാം അവിടുത്തെ അവസ്ഥകൾ എന്താണ്. ഇതൊന്നും തിരിയാത്ത കുറച്ച് ആളുകൾ എന്താ നിങ്ങൾക്ക് എന്തിനാ, നിങ്ങൾക്ക് ദീൻ പറഞ്ഞാൽ പോരെ. ഒരു ചങ്ങായി പറയാം നിങ്ങൾക്ക് ദീൻ പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് എന്തിനാ രാഷ്ട്രീയം പറയണത്. ഇത്രയും അതപ്പതിച്ചു പോയ ബുദ്ധിയില്ലാത്തൊരു വിഭാഗമുള്ളവരൊക്കെ ചിന്തിച്ചു പോവുകയാണ്. മാറ്റിയെടുക്ക്. ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ തോട്ട്സ്. നിൻ്റെ തോട്ട്സും നിൻ്റെ ലൈഫും നീ ചേഞ്ച് ചെയ്താൽ നിനക്ക് നന്നായി. അല്ലാതെ ഇതിങ്ങനെ മൂത്തിട്ട് തലയിൽ വന്നിട്ട് മൂത്തിട്ടേ അസുഖം പിടിച്ചിട്ട് പിന്നെ ഈ ഒറ്റ വാക്കേ ഖുർആൻ പറഞ്ഞതാകുന്നതോളൂ, മൂത്തൂബി ഓയിലേക്കും പോയി ചത്താളിയടാന്ന്. നിങ്ങളെ ദേഷ്യം കൊണ്ടേ അല്ലാതെ ഒരു കാര്യമില്ല. എത്ര വർഷമായി ഉസ്താദിനെതിരെ എന്തെല്ലാം പറയാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി എന്നറിയോ. എന്തൊക്കെയാ പറഞ്ഞത്, ഇനി എന്തൊക്കെയാ പറഞ്ഞ് കിടക്കണത്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ? അതങ്ങനെ ഗീനസ് പക്ഷിയെപ്പോലെ ഉയരുകയാണ്. ഒരു പന്ത് താഴേക്ക് എറിഞ്ഞാലേ അത് വളരെ എത്ര സ്പീഡിൽ എറിയണോ അത്ര കണ്ട് ഉയരുകയാണത്. എന്തിനാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര അധികം ഉസ്താദ് ഉയരുകയാണ്. നിങ്ങൾ ഈ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളെ കൽബൊക്കെ മുരടിച്ചു പോയി. കൽബ് മുരടിച്ചു പോയി. ഒരു മുസ്ലിമിനെ തന്നെ വേദനിപ്പിച്ചാൽ അവൻ്റെ ആക്കിബത്ത് മോശമാവുന്ന. ഇപ്പോൾ ആലിമീങ്ങളാവുമ്പോഴോ അത് വലിയ കടുപ്പാണ്. അതിന് ഇസ്ലാമിനോട് സ്നേഹം വേണ്ടേ, രാഷ്ട്രീയത്തോടല്ലേ സ്നേഹം. രാഷ്ട്രീയം കഴിഞ്ഞിട്ടുള്ള ഇസ്ലാമുള്ള ആളുകളോട് എന്ത് പറയാനാ? ആദ്യം രാഷ്ട്രീയം, പിന്നെ ഇസ്ലാം. ഇസ്ലാമിനെതിരെ രാഷ്ട്രീയം പറഞ്ഞാൽ ഇസ്ലാമിനങ്ങ് തള്ളുക എന്നല്ലാതെ രാഷ്ട്രീയത്തെ തള്ളാൻ ആരും തയ്യാറാവില്ല. ഇസ്ലാമിക വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ തെറിയുടെ പൂരണുണ്ട്. ഇങ്ങനെ ചില കൗമികളുണ്ട്, അന്തംകമ്മികളെന്ന് പറഞ്ഞാൽ പോരാ, തനി കൂപമണ്ഡൂകങ്ങൾ, കുളത്തിലെ തവളകൾ. അവർ ലോകത്തെക്കുറിച്ച് അവർക്കറിയില്ല. അവരെ മൈൻഡിലൊക്കെ എന്തോ അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ആലിമീങ്ങളോടുള്ള വെറുപ്പും വൈരാഗ്യവും ആരൊക്കെയോ അടിച്ചു വെച്ചതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാക്കിയെടുത്തതാണ്. അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആരോ. ഏതായിരുന്നാലും കാലം മാറി മക്കളെ, അത് തിരിയണം നിങ്ങൾക്ക് കേട്ടോ. കാലം മാറി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത്രമാത്രം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഉയർന്നിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ.